നമ്മളിന്ന് പഠിക്കുന്നത് ദേശീയ ജലപാതകളെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദേശീയ ജലപാതകൾ. അപ്പോൾ ഓർക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞു തരാം. ആ സെന്റൻസ് നിങ്ങൾ കൃത്യമായി മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ ഈ ദേശീയ ജലപാതകൾ നമുക്ക് ബൈഹാർട്ടായി പഠിക്കാൻ കഴിയും. അപ്പോൾ ആ കോഡ് ഇതാണ്. വളരെ രസകരമായ ഒരു സെന്റൻസ് ആണ്. ആഹാ ആഹാ സാദാ കൊക്കോ സാദാ കൊക്കോ പോക്ക പോക്ക താട ബാല. ഇതാണ് നമ്മുടെ കോഡ്. ഇതിനെ നമുക്ക് ഓർക്കാൻ ഒരു കഥ പോലെ പറയാം. അതായത് ബാലൻ ഒരു മലഞ്ചരക്ക് വ്യാപാരിയാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ ആര് എന്ത് സാധനം വിൽക്കാൻ കൊണ്ടുവന്നാലും അദ്ദേഹം അതിൻ്റെ ക്വാളിറ്റി കുറച്ച് കാണിച്ച് വില കുറച്ച് അയാൾ കൊടുക്കും. അങ്ങനെ ബാലൻ്റെ കടയിൽ ബാലൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് കൊക്കോ പഴം, നമ്മൾ കണ്ടിട്ടില്ലേ കൊക്കോ പഴം വിൽക്കാൻ വന്നു. അപ്പം കുറേയധികം കൊക്കോ കണ്ടപ്പം ബാലൻ ആശ്ചര്യഭരിതനായി സന്തോഷത്തോടു കൂടി പറഞ്ഞു ആഹാ എന്ന് മനസ്സിൽ പറഞ്ഞു. ആഹാ. അപ്പോൾ ആഹാ. അപ്പോൾ ഇയാൾ കാണി ആഹാ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ബാലൻ 2-3 കൊക്കോ ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് ബാലൻ പറയും ഇത് സാധാ കൊക്കോ ആണ്, പോക്ക. സാധാ കൊക്കോ പോക്ക. ഇതിന് വലിയ വിലയൊന്നുമില്ല, ഞാൻ നിനക്ക് ഒപ്പിച്ചൊരു പൈസ തരാം, നീ ആയതുകൊണ്ട് വില ഇട്ട് കുറക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് ഇത് വിൽക്കാൻ വന്ന ആള് ബാലനോട് പറയും നീ തൽക്കാലം ഒപ്പിച്ച് പൈസ തന്ന് ബുദ്ധിമുട്ടണ്ട ബാല, അതിങ്ങ് താടാ ബാല എന്ന് പറഞ്ഞ് വാങ്ങുകയാണ്. അതിങ്ങ് താടാ ബാല എന്ന് പറഞ്ഞ് വാങ്ങി. ഞാൻ പറഞ്ഞത് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിൽ നിൽക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് മാത്രം. അപ്പം നമുക്കിതിനെ നമ്മുടെ പോയിന്റിലേക്ക് വരാം. ദേശീയ ജലപാത എങ്ങനെയാണ് ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കെടുക്കാം ഒന്നാമത്തത് ആഹ എന്നാണല്ലോ. നാഷണൽ വാട്ടർ വേസ്, ദേശീയ ജലപാത. 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അലഹബാദ് ടു ഹാൽഡിയ. അലഹബാദ് ടു ഹാൽഡിയ. ദേശീയ ജലപാത 2 നമുക്ക് നോക്കാം. നാഷണൽ വാട്ടർ വേസ് 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? രണ്ടാമത്തെ കോഡ് എന്താ? നമ്മള് സാദാ എന്നാലേ, സാദാ. അപ്പൊ നോക്കാം. സാദിയ ടു ദുബ്രി. ഒന്നാമത്തത് ആഹ, അലഹബാദ് ടു ഹാൽഡിയ. 2 സാദിയ ടു ദുബ്രി. മൂന്നാമത്തെ ദേശീയ ജലപാത നമുക്ക് നോക്കാം. കൊക്കോ എന്നല്ലേ പറഞ്ഞത്, കൊക്കോ. ഇനി നമുക്ക് 3 നോക്കാം. നാഷണൽ വാട്ടർ വേസ് 3. അപ്പം 1 പഠിച്ചു, 2 ആയി. മൂന്നാമത്തെ ദേശീയ ജലപാത നമ്മൾ കൊക്കോ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഏതാണ്? കോയിൽ നിന്ന് നമുക്ക് എടുക്കാം കൊല്ലം. കോയിൽ നിന്ന് നമുക്ക് കോട്ടപ്പുറം എന്ന് പറയാം. കൊല്ലം കോട്ടപ്പുറം, അല്ലെങ്കിൽ കൊല്ലം കോഴിക്കോട് എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പൊ 3ാമതും കിട്ടി, കൊല്ലം കോട്ടപ്പുറം. 4ാമത്തെ ദേശീയ ജലപാത നമുക്ക് എടുക്കാം. നാഷണൽ വാട്ടർ വേസ് 4 പോക്ക എന്നാ പറഞ്ഞതില്ലേ, പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി ടു കാക്കിനട. പോണ്ടിച്ചേരി ടു കാക്കിനട. അപ്പൊ 5ാമത്തെ ദേശീയ ജലപാത നമുക്ക് നോക്കാം. 5 താട എന്നല്ലേ പറഞ്ഞത്. നാഷണൽ വാട്ടർ വേസ് 5 നമുക്കെടുക്കാം. താൽച്ചർ. ഡായിൽ നിന്ന് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ധ എന്നും വായിക്കാലോ. അപ്പൊ താൽച്ചർ ടു ധാംറയാണ് 5ാമത്തെ ദേശീയ ജലപാത. ഇനിയുള്ളത് 6. 6ാമത്തെ ദേശീയ ജലപാത ബാല എന്നാ പറഞ്ഞത് അല്ലേ. അപ്പൊ എങ്ങനെ എടുക്കാം നമുക്ക്? നാഷണൽ വാട്ടർ വേസ് 6 ബാങ്ക ടു ലക്കിപൂർ. ബാല എന്നത് ബാങ്ക ടു ലക്കിപൂർ. ഇപ്പം പറഞ്ഞതൊന്നും കൂടി ഓർമ്മിച്ചോ. ദേശീയ ജലപാത 1 ആഹ, അലഹബാദ് ടു ഹാൽഡിയ. 2ാമത് സാദിയ ടു ദുബ്രി. 3 കൊക്കോ, കൊല്ലം കോട്ടപ്പുറം. 4 പോക്ക, പോണ്ടിച്ചേരി ടു കാക്കിനട. 5 താട, താൽച്ചർ ടു ധാംറ. 6 ബാല, ബാങ്ക ടു ലക്കിപൂർ. അപ്പൊ ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇതിൽ വലുത് നമ്പർ 1 എഴുതിയത് ആരെയാണ്? വലുതാണ്. നമ്പർ 1 ആരാണ്? വലുത്. അപ്പൊ ഇയാളാണ് വലുത്. ദേശീയ ജലപാത 1 ഏറ്റവും വലിയ ദേശീയ ജലപാത. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ ഏത്, വെസ്റ്റ് കോസ്റ്റ് കനാൽ ഏത്? അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യൻ പെനിൻസുല എന്ന് പറയുന്ന ഭാഗം എങ്ങനെയാണ്? ഇന്ത്യയുടെ താഴെ ഭാഗം 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടത് അല്ലേ. അപ്പൊ ഈ ഭാഗത്ത് ഈസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഭാഗത്ത് ആരുമാണ്? വെസ്റ്റ് ആണ്. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത്, ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറഞ്ഞാൽ ഈ കിഴക്കൻ തീരത്ത് കൂടെ, കോസ്റ്റൽ തീരപ്രദേശം അല്ലേ. അപ്പം ഈ കിഴക്കൻ തീരത്തുള്ള കനാൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും വെസ്റ്റ് കോസ്റ്റ് കനാൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അത് ഓർമ്മിക്കാൻ ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. W നമ്മൾ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എന്ത് വായിക്കാം? 3 എന്ന് വായിച്ചൂടെ?
അപ്പം ഏത് തന്നെയാണ് ആൻസർ? വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? മൂന്നാമത്തെ ദേശീയ ജലപാത ആണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. അതായത് നമ്മുടെ കേരളത്തിലൂടെ പോകുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ. അപ്പം ഈസ്റ്റ് കോസ്റ്റ് കനാൽ ഏതെന്ന് ചോദ്യമുണ്ട് അല്ലേ? അപ്പം 3 കഴിഞ്ഞ് വരുന്ന അടുത്ത ഒറ്റ സംഖ്യ നിങ്ങൾ ഓർത്തുകൊള്ളുക. ആരാണ്? 5 ആണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഭാഗത്ത് പ്രധാനമായും പഠിക്കാനുള്ളത്.